എന്നാ പറ്റി മോളെ? എന്തിനാ നീ ഇപ്പൊ ഇങ്ങനെ കരയുന്നേ? അത് പിന്നില്ലമ്മേ, ഏട്ടനെ ഒരു കട തുടങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് പൈസ ആവശ്യമായിട്ട് വരുന്നേ. ആ പൈസ എവിടെ നിന്നും കിട്ടാനില്ല അമ്മേ. അയ്യേ, അതിനിപ്പോ നീ എന്തിനാ ഇങ്ങനെ കരയുന്നേ? പിന്നെ എവിടുന്ന് അമ്മ പൈസ ഉണ്ടാക്കി കൊടുക്കുന്നത്? ഇങ്ങനെയെങ്കിലും രക്ഷപ്പെടുന്നെങ്കിൽ പെടട്ടെ എന്ന് വിചാരിച്ച്. പക്ഷെ പൈസ എവിടുന്ന? അയ്യേ, അതിനാ മോളിപ്പോ കരയുന്നേ? പൈസ നമുക്ക് എങ്ങനെ വേണേലും ഉണ്ടാക്കാലോ. അമ്മേ, നിങ്ങളുടെ അടുത്ത് പൈസ ഉണ്ടാ? അതൊന്നും നീ ചോദിക്കണ്ട, നമുക്ക് ഇപ്പൊ പൈസ ശരിയാക്കാം. എടി, നിനക്ക് പൈസ അല്ല വേണ്ടേ? അതിപ്പോ ഞാൻ തരാം, എങ്ങനെയെന്ന് നോക്കിക്കോ. എടി മോളെ, സൂസു. അമ്മേ, എന്തു അമ്മേ, നിങ്ങൾ എന്നെ വിളിച്ചോ? അത് പിന്നെ ഇല്ലേ മോളെ, നമ്മുടെ നാട്ടിലെ മൊത്തം കള്ളന്മാരാണത്തെ. നമ്മുടെ അപ്പുറത്തുള്ള ജംഗ്ഷനില്ലേ, അവിടുത്തെ 2 വീട്ടിൽ കള്ളന്മാർ കയറിയിട്ട് അവിടെ ഉണ്ടായിരുന്ന സ്വർണ്ണം മൊത്തം അടിച്ചോണ്ട് പോയിന്നാ പറയുന്നത് കേട്ടെ. ഓ, അതെയോ അമ്മേ? ആ മോളെ, അതുകൊണ്ട് മോളെ കയ്യിലുള്ള സ്വർണ്ണം ഇല്ലേ, അതിങ്ങോട്ട് താ, ഞാനേ സൂക്ഷിച്ചു വെക്കാം. ആ ശരി അമ്മേ, ഞാൻ ഇപ്പം കൊണ്ടുവരാം. അമ്മേ, അമ്മ എന്താ ചെയ്യാൻ പോന്നെ? നീ ഇപ്പം നോക്കിക്കോ ഞാൻ എന്താ ചെയ്യാൻ പോന്നേന്ന്. അമ്മേ, ഇന്ന് അമ്മേ എന്റെ സ്വർണ്ണൊക്കെ ഇതിനകത്താളെ. ശരി മോളെ, ഞാനിതേ സൂക്ഷിച്ചു വെച്ചോണ്ട് മോള് പോയിക്കോ. മോളെ, ഇന്ന ഇത് നീ എടുത്തോണ്ട് പോയിക്കോ. എന്തുവാ അമ്മേ നിങ്ങൾ ഈ പറയുന്നേ? മോളെ, നീ ഇത് കൊണ്ടുപോയിട്ട് വിൽക്കുവോ പണം വെക്കുവോ എന്തേലും ചെയ്തോ. ആ ശരി അമ്മേ. കുറച്ചു സമയം കഴിഞ്ഞ്. ഹലോ മോളെ, എന്താ കാര്യം? പോലീസ് സ്റ്റേഷനിലോ? എന്തിനാ? തന്ന സ്വർണ്ണം മുഴുവനും ഒക്കെ കൊണ്ടാണെന്നോ? ആ ശരി മോളെ, ഞാൻ ഇപ്പൊ തന്നെ ഏട്ടനേക്കാം. മരുമോളെ, എടി മരുമോളെ. എന്താ അമ്മേ? നീ തന്നത് മുഴുവനും ഒക്കെ കൊണ്ടായിരുന്നോ? ആ അതെ അമ്മേ, എന്റെ സ്വർണം എനിക്ക് സൂക്ഷിച്ചു വെക്കാൻ അറിയാലോ. അതുകൊണ്ടേ ഞാൻ സ്വർണം എന്റെ കബോർഡിൽ തന്നെ വെച്ചിട്ട് അമ്മയ്ക്ക് മുക്കുവണ്ടം തന്നതാ. മുക്കുവണ്ടാണെങ്കിലും അമ്മയ്ക്ക് എന്താ ഇപ്പൊ പ്രശ്നം? എടി, എന്നാ നിനക്കത് നേരത്തെ പറയാൻ പാടില്ലായിരുന്നോ? എനിക്ക് അമ്മയും മോളും നേരത്തെ പറയുന്നതൊക്കെ കേട്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ മുക്കുവണ്ടം എടുത്ത് തന്നെ.